काञ्चनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशाक्तेयं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकः स्वामिन् इति नामिने। नमो ओमाचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 വരെയാണ് എടുത്തത്. ഇനി 11ാമത്തെ ശ്ലോകം. നമ്മൾ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ത്രിഗുണങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് തന്നെയുമല്ല, തമോ ഗുണത്തിലാണ് രജോ ഗുണത്തിലാണെങ്കിൽ അത് വിട്ട് നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് സത്വഗുണത്തിൽ എത്തിച്ചേരാനും സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവം എങ്ങനെയാണ് നമ്മൾ അനുഭവപ്പെടുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 11ാമത്തെ ശ്ലോകം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. അതായത് സത്വഗുണം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ നവദ്വാരങ്ങളെ ജ്ഞാനത്താൽ പ്രകാശിതമാകുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്. 2 കണ്ണുകൾ, 2 ചെവി, 2 നാസാദ്വാരങ്ങൾ, വായ, ലിംഗം, മലദ്വാരം എന്നിങ്ങനെ 9 ദ്വാരങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ പ്രകാശിതമാകുമ്പോൾ നമ്മൾ സത്വഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സത്വഗുണത്തിലായാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? നമുക്ക് എല്ലാത്തിനെയും ശരിയായ രീതിയിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. അത് തന്നെയുമല്ല, നമ്മളുടെ ഉള്ളില് ഭൗതികമായിട്ട് ആസക്തി കുറഞ്ഞു വരുന്നു. നമുക്ക് ജ്ഞാനം, ഭഗവത് ജ്ഞാനം നമ്മളുടെ ഉള്ളില് വർദ്ധിച്ചു വരുന്നു. അപ്പം ഇതെല്ലാം സത്വഗുണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിന്റെ ചഞ്ചലത കുറഞ്ഞു വരും. ചഞ്ചലത ഉണ്ടെങ്കിൽ നമുക്ക് സുഖം കിട്ടുമോ? ഇല്ല. അപ്പൊ സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖം, ആനന്ദം നമുക്ക് അനുഭവപ്പെടും.
ലോഭപ്രവൃത്തിർ ആരംഭഃ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഇനി രജോ ഗുണം വർദ്ധിച്ചാലോ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് രജോ ഗുണത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ആസക്തി, ഇല്ലേ? ആസക്തി കൂടും, അതായത് ഭൗതികമായിട്ടുള്ള ആസ്വാദന ത്വരകൾ നമുക്ക് വർദ്ധിച്ചു വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫലോദിഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു. അതിനുവേണ്ടി നമുക്ക് കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നു. നമ്മളുടെ വ്യാമോഹങ്ങൾ, അതായത് മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം രജോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടില്ല, പിന്നെയും പിന്നെയും നമുക്ക് ഉണ്ടാക്കണമെന്നുള്ള മോഹം കൂടി വരും. അതായത് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നത് പോലെ 10 കിട്ടിയാൽ അതിനെ 100 ആക്കാനാണ്. 100 കിട്ടിയാലോ അതിനെ 1000 ആക്കണം, 1000 ആയാൽ അതിനെ 10,000 ആക്കണം. ഇങ്ങനെ നമ്മളുടെ മോഹങ്ങള് കൂടിക്കൂടി വരിക ചെയ്യുക. അപ്പൊ മോഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നു. അപ്പൊ നമ്മളുടെ കയ്യിലുള്ളതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, നമുക്ക് സാധിക്കില്ല. പിന്നെയും പിന്നെയും അതിനെ സ്വരൂപിച്ച് കൂട്ടാനുള്ള ഒരു ത്വരയാണ് നമ്മളുടെ ഉള്ളില് ഉണ്ടാവുക. അത് തന്നെയുമല്ല, മറ്റുള്ളവർക്ക് ഉപകരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുത്തുമില്ല. നമ്മൾ എന്താണ് ശീലിക്കേണ്ടത്? നമ്മളുടെ കയ്യിൽ ഉള്ളതിനെ കൊടുക്കാനാണ്, ദാനം ചെയ്യാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. പക്ഷെ രജോ ഗുണികൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ കയ്യിലുള്ളതിന് ഉപേക്ഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ശാന്തി കിട്ടും. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീട് വെക്കണമെങ്കിൽ അതിന് ധാരാളം പൈസ ഉണ്ടാകും. അപ്പൊ ആ വ്യക്തിയുടെ ചിന്ത എന്തായിരിക്കും? എങ്ങനെയാണ് ഒരു മണിമാളിക പണിയുക? മണിമാളിക അത് പണിത് കഴിയുന്നത് വരെ താൻ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു ചിന്തയൊന്നും ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു വീട് കെട്ടിപ്പടുക്കുക, അതാണ് ആ വ്യക്തിയുടെ ചിന്ത. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും അധ്വാനിക്കാന് ആ വ്യക്തി തയ്യാറാകും. അപ്പൊ അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അതിനും അധ്വാനിക്കേണ്ടി വരുന്നു. ഇങ്ങനെ തന്റെ ആയുസ് മുഴുവൻ വെറുതെ ഇങ്ങനെ അധ്വാനിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക മാത്രമാണ് ആ വ്യക്തി ചെയ്യുന്നത്. അപ്പൊ രജോഗുണികളുടെ സ്വഭാവമാണ് ഇത്. തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവര് തയ്യാറാകുക, അങ്ങനെ അവരുടെ ആയുസ് അവര് കഴിച്ചുകൂട്ടുക. അപ്പൊ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. അപാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. ഇനി അടുത്തത് പറയുന്നത് തമോ ഗുണികളുടെ. തമോ ഗുണം വർദ്ധിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം, തമോ ഗുണികള് അജ്ഞതയിൽ മുഴുകിയവരായിരിക്കും, ഇല്ലേ? പ്രമാദം, ഇതാണ് മൂഢത്വം, ഇതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. അപ്പൊ തമോ ഗുണം വരുമ്പോൾ തേജസ് കുറഞ്ഞു വരുന്നു. പിന്നെ പ്രവൃത്തി ചെയ്യാനുള്ള, അതായത് അലസരായിരിക്കും, അവര് മടിയന്മാരായിരിക്കും. പ്രമാദം, അതുപോലെ തന്നെ വ്യാമോഹത്തിൽപ്പെട്ട് കഴിയുന്നവരായിരിക്കും. അതായത് തങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള തമോ ഗുണികൾക്ക് ഒരിക്കലും സാധിക്കില്ല. അവർക്ക് തേജസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ജ്ഞാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവര് തനിക്ക് തോന്നിയപടിയാണ് അവര് പ്രവർത്തിക്കുക. അവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളൊന്നും പാലിക്കാൻ അവര് തയ്യാറാവില്ല. അത് അവർക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അവരതിനൊരിക്കലും തയ്യാറാവില്ല. ഇതിനെയാണ് വ്യാമോഹം എന്ന് പറയുന്നത്. അവർക്ക് ബോധമുണ്ടെങ്കിലും അവരെ അറിയാം, പ്രവൃത്തി ചെയ്യണമെന്നറിയാമെങ്കിൽ അവർ അധ്വാനിക്കാൻ തയ്യാറാവില്ല. അലസരായിരിക്കും, മടിയരായിരിക്കും ഇങ്ങനെയുള്ളവർ. ഇതൊക്കെയാണ് താമസ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ദേഹാത്മബുദ്ധി ഉണ്ടാവുക ആണ്. ദേഹാത്മബുദ്ധി, അതായത് ശരീരമാണ്, ആത്മാവല്ല, താൻ ശരീരമാണ് എന്നുള്ള ബുദ്ധിയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവരാണ് യമനിയമങ്ങൾ പിന്തുടരാന് തയ്യാറാകാത്തത്. യഥാ സത്വേ പ്രവൃത്തേതോ പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിധം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഇനി
ഈ ത്രിഗുണങ്ങളാല് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതേത് ലോകങ്ങളിലാണ് ചെന്നുപെടുക എന്നാണ് ഇനിയും പറയുന്നത്. അപ്പൊ സാത്വികമായിട്ടുള്ള ഗുണത്തോടെയാണ് മരിക്കുന്നെങ്കിൽ നമ്മളുടെ ശ്രേഷ്ഠമായ ലോകങ്ങൾ, ഉപരിലോകങ്ങളിൽ നമ്മൾ എത്തിച്ചേരും. അതായത് ഋഷിമാര്, മുനിവര്യന്മാര്, ഇവരൊക്കെയുള്ള ഉന്നത തലത്തിലുള്ള ഭക്തന്മാർ, ഇവരൊക്കെ വസിക്കുന്ന ഗ്രഹങ്ങളിൽ നമുക്ക് എത്തിച്ചേരാന് സാധിക്കും. പക്ഷെ രജോ ഗുണവും തമോ ഗുണവും നമ്മളുടെ ഉള്ളിൽ അല്പാൽപമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. സത്വഗുണ സമ്പന്നൻ ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായിട്ടുള്ള ആനന്ദം അനുഭവിക്കും. അമലാൻ എന്ന് പറഞ്ഞാല് അവിടെ രജസ്തമോ ഗുണങ്ങള് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭൗതിക ലോകങ്ങളിലാണെങ്കിൽ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ട്. പക്ഷെ ഉപരിലോകങ്ങളില് സത്വഗുണമാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പം വ്യത്യസ്തരായിട്ടുള്ള ജീവാത്മാക്കള് ഉപരിലോകങ്ങളിലാണ് വസിക്കുന്നത്. അപ്പൊ സത്വഗുണത്തിൽ വർത്തിച്ചു കഴിഞ്ഞാൽ മരണശേഷം ഋഷിമാരും മുനിവര്യന്മാരും ഒക്കെയുള്ള ലോകങ്ങളിൽ എത്തിച്ചേരാന് സാധിക്കും. ബ്രഹ്മലോകം എന്ന് പറയുന്നത് വളരെ അത്ഭുതമായിട്ടുള്ള ആശ്ചര്യകരമായിട്ടുള്ള ലോകമാണ്. അവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സത്വഗുണത്തിൽ നമ്മൾ ഉയർന്നിരിക്കണം, എങ്കിൽ മാത്രമേ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. രജസി പ്രളയം ഗത്വാ കർമ്മസംഗീഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. ഇനി രജോ ഗുണത്തോടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ നമ്മള് തിരിച്ച് നമുക്ക് ഭൗതിക ലോകത്തിൽ തന്നെ വരേണ്ടി വരും. ഭൗതിക ലോകത്തിൽ വന്നാല് ഫലോദിഷ്ട പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ഇടയിലായിരിക്കും നമ്മൾ ജനിക്കുക. ഒരു മനുഷ്യ ജന്മം കിട്ടാൻ. അപ്പൊ നമ്മള് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കാരണം ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്നതല്ല. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ജന്മം നമ്മളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏത് ലോകത്തിൽ, ഏത് യോനികളിലാണ് നമ്മൾ ജനിക്കേണ്ടി വരിക എന്ന് നമുക്കൊരു തീർച്ചയുമില്ല. ഇനി അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരിക്കൽ മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് പിന്നീട് ഒരിക്കലും താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങുകയില്ലെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. തമോ ഗുണം വർദ്ധിച്ച് അങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിലോ വീണ്ടും മൃഗങ്ങളുടെ അധപ്പതിച്ച യോനികളിൽ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പം ഉറുമ്പാണെങ്കിൽ ഉറുമ്പ് പലതരത്തിലുണ്ട് ഇല്ലേ? അപ്പം ഉറുമ്പിന്റെ ഏതെങ്കിലും ഒരു ഗണത്തിലല്ല ജനിക്കുക. എല്ലാവിധ ഉറുമ്പിന്റെ ആ ഇനങ്ങളിലും കടന്നിട്ട് വേണം അടുത്ത യോനികളിലേക്ക് വരാനായിട്ട്. ഇങ്ങനെ ഓരോ ജീവിവർഗങ്ങളുടെ യോനികളിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ എത്ര ജന്മങ്ങളാണ് കഴിഞ്ഞു പോവുക ഇല്ലേ? അങ്ങനെ ഈ 80 ലക്ഷം സ്പീഷീസും കടന്നിട്ട് വേണം പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഇങ്ങനെ അധപ്പതിച്ച നിലയിൽ നിന്ന് പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യ ജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം ഏത് ഗുണത്തിൽ വരണം? സത്വഗുണത്തിൽ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ ഭക്തന്മാരുടെ സംഘത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ത്രിഗുണങ്ങളെ അതിക്രമിച്ചിട്ട് ശുദ്ധ സത്വത്തിന്റെ തലത്തിലെത്തി നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഉയർന്ന് ആത്മസാക്ഷാത്കാരം നേടി ഈ ഭൗതിക ലോകത്തിനോട് വിട പറഞ്ഞ് നമ്മൾ പോകണം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അപ്പൊ നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയുമെന്നതിനുള്ളതിന് യാതൊരു തരത്തിലും നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞ് അവയെ ഇല്ലാതാക്കി നമ്മൾ സത്വഗുണത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് കടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാന് സാധിക്കുകയുള്ളൂ. അതിന് എന്തേ സഹായിക്കുകയുള്ളൂ? കൃഷ്ണാവബോധത്തിൽ കൂടി മാത്രമേ നമ്മൾ ആ വിശുദ്ധ സത്വത്തിന്റെ നിലയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർമ്മണഃ സുഹൃദസ്യാഹോ സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം.
അപ്പം സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അതിന്റെ ഫലം എന്താണ്? വിശുദ്ധമാണ്. അപ്പം നമ്മള് സാത്വിക തലത്തിൽ നമുക്ക് എത്തിച്ചേരാന് കഴിയുന്നുണ്ട്. രജോ ഗുണത്തിലുള്ള പ്രവൃത്തികളില് ദുഃഖമാണ് നമുക്ക് തരിക. തമോ ഗുണത്തിലുള്ള പ്രവർത്തനങ്ങള് പ്രമാദം, അജ്ഞത മുതലായവയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധങ്ങളാണ്. തന്മൂലം മോഹമുക്തരായ ഋഷികൾ സന്തുഷ്ടരാണ്. ഋഷിമാരും മുനിവര്യന്മാരും ഒക്കെ അവര് സാത്വികരാണ്. അവര് സത്വഗുണത്തിലുള്ള പ്രവൃത്തികൾ മാത്രമാണ് അവര് ചെയ്യുന്നത്. സാത്വികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവര് ഭക്ഷിക്കുന്നത്. രജോ ഗുണത്തിലുള്ളവരാണെങ്കിൽ അവര് ദുഃഖകരമായിട്ടുള്ള, കാരണം അവർക്ക് മോഹങ്ങൾ വർദ്ധിച്ചു വരും. അപ്പൊ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവര് നിരാശയാവും അവർക്ക് കിട്ടുക. അപ്പം ഭൗതിക സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നമ്മെ പരാജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ പ്രഭുപാദർ ഉദാഹരണം പറയുന്നുണ്ട്. അമ്പരചുംബിയായ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ സൗധം നിർമ്മിക്കാൻ ഒരു മനുഷ്യൻ എത്രമാത്രം അധ്വാനിക്കണം, ഇല്ലേ? വീട്ടുടമയ്ക്ക് ഇതിന് വേണ്ട ധനം സമ്പാദിക്കാനും വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നു. പിന്നെ അതുപോലെ തന്നെ വീട് പണിയുന്നെങ്കിൽ പണിക്കാരുടെ കായികമായിട്ടുള്ള അധ്വാനം, ഇല്ലേ? അങ്ങനെ പലതരത്തിൽ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എത്തിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങള് സഹിക്കേണ്ടി വരുന്നു. ഇതെല്ലാം എന്താണ്? രജോ ഗുണ പ്രേരിതമായിട്ടുള്ള പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് രജോ ഗുണ പ്രേരിതമായിട്ടുള്ള പ്രവൃത്തികള് ദുഃഖകരങ്ങളാണ് എന്ന് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വീട് നിർമ്മിച്ചു കഴിഞ്ഞ് അതിൽ താമസിക്കുമ്പോൾ ആദ്യകാലത്തെ കുറച്ചൊക്കെ ഒരു ആഹ്ലാദം തോന്നും. പക്ഷെ പിന്നീട് ആഹ്ലാദം എന്തായിട്ട് മാറും? ദുഃഖകരമായിട്ട് മാറും. അത് പിന്നെ യഥാർത്ഥമായിട്ടുള്ള ഒരു ആനന്ദമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി തമോ ഗുണത്തിലാണെങ്കിലോ, തമോ ഗുണത്താൽ പ്രേരിതനായിട്ട് പ്രവർത്തിക്കുന്ന ആൾ മൂഢരായിരിക്കും. ആ കാരണം കൊണ്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എല്ലാം അത് ദുഃഖത്തിലേക്കാണ് നമ്മെ നയിക്കുക. അവസാനം അത് എന്തായിട്ട് മാറും? മൃഗതുല്യമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടും. കാരണം എന്താ? മൃഗങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമയമാണ്, എപ്പോഴും ഭയമാണ്. മറ്റു ജീവികൾ എപ്പോഴാണ് ആക്രമിക്കുക എന്നറിയില്ല. അവര് ഭയന്നിട്ടാണ് അവര് ജീവിക്കുന്നത്. അവരും മായയാൽ പ്രേരിതരായിട്ടുള്ള ജീവിതമാണ് മൃഗങ്ങളും നയിക്കുന്നത്. അതുകൊണ്ട് മറ്റു മൃഗങ്ങളെ കൊല്ലുന്നതും എന്തുകൊണ്ടാണ്? തമോ ഗുണം കൊണ്ടാണ്. ഈ മാംസം ഭക്ഷിക്കാൻ ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളില് തമോ ഗുണം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. അതായത് മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കരുതെന്നും നിയമമുണ്ട്. മനുഷ്യർക്ക് വേണ്ടി എന്താണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്? സസ്യങ്ങളെയാണ്, പച്ചക്കറികളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അത് വിട്ട് നമ്മൾ മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഹിംസയാണ് ചെയ്യുന്നത്. കാരണം ജീവിച്ചിരിക്കുന്ന നമ്മളെ പോലെ അവർക്കും ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. നമ്മൾ അവകാശത്തെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഭക്ഷിക്കുന്ന ജീവികളുടെ ആയുസ് അത്രയും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ആയുഷ്കാലം നമ്മൾ ആ മൃഗമായിട്ട് ജനിച്ച് ആ മൃഗം അനുഭവിച്ച മാതിരിയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. അത് തന്നെയുമല്ല, നമ്മൾ ഏത് മൃഗത്തെയാണോ വധിക്കുന്നത് ആ മൃഗം ഒന്നുകിൽ മറ്റൊരു മൃഗമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്ന് അവരാൽ നമ്മൾ വധിക്കപ്പെടേണ്ടിയും വരും. അപ്പൊ എന്തിനാണ് ഈ പൊല്ലാപ്പൊക്കെ, ഇല്ലേ? നമുക്ക് തന്നിരിക്കുന്ന പച്ചക്കറികൾ നമ്മൾ ഭക്ഷിച്ച് ജീവിക്കുകയാണെങ്കിലോ നമുക്ക് ഇങ്ങനെയുള്ള പാപപ്രവൃത്തികളില് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി നമുക്ക് വരില്ല. അതുപോലെ തന്നെ മനുഷ്യ സമുദായത്തിൽ ഒരാൾ മറ്റൊരുവനെ കൊല്ലുന്നുവെങ്കിൽ കൊലപാതകി തൂക്കിലിടപ്പെടുന്നു. ഇത് നിയമമാണ്. അപ്പം നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ ആ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ഭരണം അത് ഈ സമൂഹത്തിലെ ഈ രാഷ്ട്രങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാല് ജനങ്ങൾ എങ്ങനെയുള്ളവരാകും? അവര് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ വന്ന് അവിടെ നിന്നും സത്വഗുണത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിട്ട് മാറും, ധർമ്മിഷ്ഠരായിട്ട് മാറും. നമ്മള് ഒന്ന് ചിന്തിക്കണം, എല്ലാ ജീവികളും ഭഗവാന്റെ സന്താനങ്ങളാണ്. മനുഷ്യർ മാത്രമല്ല, ഒരു ചെറിയ അണുവിന് പോലും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവരുടെ അവകാശത്തെ ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. അത് നമ്മളുടെ സൃഷ്ടമായ ഭഗവാൻ ഒരിക്കലും അത് പൊറുക്കില്ല. ഏതൊരു ജീവിയെ ഹിംസിക്കുന്നത് ഭഗവാന് ഇഷ്ടപ്പെടില്ല. ഒരു എറുമ്പിനെ പോലും കൊല്ലുന്നത് അദ്ദേഹം പൊറുക്കുകയില്ല. അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അല്പനേരത്തെ നമ്മുടെ നാവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഈ നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ഭഗവാൻ തന്നെ വളരെയധികം നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലേ? അത് വിട്ടിട്ട് നമ്മളുടെ അജ്ഞത കൊണ്ടാണ് നമ്മൾ മാംസം ഭക്ഷിക്കാനുള്ള ത്വര നമ്മളുടെ ഉണ്ടാവുന്നത്. അത് മൂഢത്വമാണ്.
അങ്ങനെ ചെയ്യുന്നവര് നമ്മളുടെ ഭാവിയെ നമ്മൾ സ്വയം അധപ്പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെയുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നത് മൃഗയോനികളാണ്. അപ്പം ഇതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ളത് എന്താണ്? ഗോഹത്യയാണ്. പശുവിനെ ഒരിക്കലും വധിക്കാൻ പാടില്ല, ഗോമാംസം ഭക്ഷിക്കാൻ പാടില്ല. കാരണം എന്താണ്? പശു എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ്, മാതാവാണ്. പശുവിന്റെ ശരീരത്തില് 33 ദേവി ദേവന്മാര് വസിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന പാല് ഇല്ലേ, പിന്നെ ഗോമൂത്രം, ചാണകം, ഇതെല്ലാം തന്നെ ഔഷധങ്ങളാണ്. ഇതെല്ലാം തരുന്ന ആ മാതാവിനെ നമ്മൾ വധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളില് അജ്ഞത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നീച പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിതരാകുന്നത്. പാൽ കുടിച്ച് പൂർണ്ണ സംതൃപ്തനായ ഒരാൾ പശുവിനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നത് കടുത്ത തമോ ഗുണം കൂടുന്നത് കൊണ്ടാണ്. വൈദിക സാഹിത്യത്തിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു, അത് നമ്മൾ ദിവസവും ചൊല്ലാറുള്ളതാണ്. നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. അതായത് പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കുന്നത് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെയുള്ളതായിരിക്കും? സുരക്ഷിതമായിരിക്കും. ലോകത്തിനും മാനവ സമുദായത്തിന് ആകെ തന്നെയും അഭ്യുദയകാംക്ഷയാണ് ആരെ? പശുക്കള്, ബ്രാഹ്മണര് എന്ന് പറയുന്നത്. ബ്രാഹ്മണർ ആധ്യാത്മിക സംസ്കാരത്തിന്റെയും പശുക്കൾ അതിവിശിഷ്ടമായ ആഹാരം, അതായത് പാലിന്റെയും പ്രതീകങ്ങളാണ്. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും സർവ്വ സംരക്ഷണവും നൽകണം. അതാണ് ശരിയായിട്ടുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംസ്കാരം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ വർദ്ധിച്ചു വരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ ഇന്ന് ആധ്യാത്മിക സംസ്കാരം എന്ന് പറയുന്നത് അവഗണിക്കുകയാണ്. ആർക്കും ആധ്യാത്മികതയിലേക്ക് വരാൻ ആർക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ അതായത് യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരിക്കലും ആധ്യാത്മിക പാതയിലേക്ക് വരാൻ അവരെ ഇഷ്ടപ്പെടില്ല. നമ്മൾ എത്ര പറഞ്ഞാലും എന്താണ്, അവരതിനെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് തന്നെയുമല്ല, അവര് ഗോവധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? മനുഷ്യന് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് അവരെ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രേരണ കൊടുക്കുകയാണ് ഇന്നത്തെ ഭരണ സമൂഹങ്ങളും ചെയ്യുന്നത്. അപ്പൊ എന്താണ്? മനുഷ്യനെ ആ മനുഷ്യ യോനിയിൽ നിന്നും തരം താഴ്ത്തുന്ന പ്രവൃത്തികളാണ്, ആ പ്രവൃത്തികൾ ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഇന്നത്തെ ഭരണകൂടങ്ങളും. അങ്ങനെ ആധ്യാത്മിക സംസ്കാരം അധപ്പതിക്കുകയാണ് നമ്മളുടെ ചുറ്റും. ഇന്നത്തെ മാനവ സംസ്കാരം രജസ്തമോ ഗുണങ്ങളാൽ അങ്ങേയറ്റം വഴിപിഴപ്പിക്കപ്പെട്ടതാണ്. ആപത്കരമാണ് ഈ കാലം. മനുഷ്യവർഗത്തെ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സുലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയയിലേക്ക് നയിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെ ശ്രീല പ്രഭുപാദര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, കൃഷ്ണാവബോധത്തിൽ അടിയുറച്ച ഒരു ഭരണമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യം. സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പുരോഗതി നേടണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭരണം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ത്രിഗുണങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും മാത്രമല്ല, നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മള് തമോ ഗുണമായിട്ട് അല്ലെങ്കിൽ രജോ ഗുണമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതെ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് തമോ ഗുണം എന്ന് പറയുമ്പോൾ മത്സ്യ, മാംസങ്ങള്, മുട്ട, ഇതെല്ലാം തമോ ഗുണമാണ്. അതുകൊണ്ടാണ് പ്രഭുപാദര് നമ്മളുടെ യമനിയമങ്ങളില് നിർബന്ധം വെച്ചിരിക്കുന്നത് ശ്രീല പ്രഭുപാദര്. അങ്ങനെ നമുക്ക് സാത്വിക തലത്തിലേക്ക് ഉയർന്നു വരാന് നമുക്ക് സാധിക്കും. രജോ ഗുണമാണെങ്കിലോ ധാരാളം എരിവ്, പുളി ഇതൊക്കെ കലർന്ന ഭക്ഷണമാണ് രജോ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വറുത്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ഭഗവാന് ഭോഗം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അധികം എരിവ് ഉപയോഗിക്കരുത്, അധികം പുളി ഉപയോഗിക്കരുത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം പാല്, പച്ചക്കറികൾ ഇതെല്ലാം തന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഇതിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഈ പച്ചക്കറികളും പാലും ഒക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാല് നമ്മള് സാത്വികതയുള്ളവരായിട്ട് മാറും. അപ്പൊ ചോദിക്കാൻ, പച്ചക്കറികൾക്കും ചെടികൾക്കും ജീവനില്ലേ എന്ന്.
ഉണ്ട്, ജീവനുണ്ട്. പക്ഷെ അവർക്ക് നമ്മളുടെ നെർവസ് സിസ്റ്റം പോലെയല്ല അവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ആ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അത് തന്നെയുമല്ല, ഭഗവാൻ ഈ സസ്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അവയെ കൊന്നിട്ടല്ല ഭക്ഷിക്കുന്നത്. ഇപ്പൊ പഴം എടുക്കുന്നു, അത് അത് പാകമായിട്ടാണ് അത് പഴുക്കുന്നത്. അപ്പോഴേക്കും ആ സസ്യം ഉണങ്ങിപ്പോയിരിക്കും, ഇല്ലേ? അതുപോലെ തന്നെ ചക്ക അല്ലെങ്കിൽ മാമ്പഴം, ഇതൊക്കെ പ്ലാവ് തരുന്നതാണ് നമുക്ക്. നമ്മൾ പ്ലാവിനെ വെട്ടി നശിപ്പിച്ചിട്ടല്ല ചക്ക എടുക്കുക, മാവിനെ വെട്ടി നശിപ്പിച്ചിട്ടല്ല നമ്മൾ മാമ്പഴം എടുക്കുക, ഇല്ലേ? അവ തരുന്നതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പം സത്വഗുണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? യഥാർത്ഥമായിട്ടുള്ള ഭഗവത് ജ്ഞാനം നമുക്ക് കിട്ടുന്നു. രജോ ഗുണത്തിൽ നിന്ന് ലോഭം, തമസിൽ നിന്ന് പ്രമാദം, മോഹം, മൗഢ്യം, ഇവയാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മാംസം ഭക്ഷിക്കുന്നവരുടെ സ്വഭാവവും നമുക്കറിയാം. മൃഗങ്ങളുടെ സ്വഭാവമാവും മാംസക്കുകളായിട്ടുള്ള മനുഷ്യർക്ക്. അതുകൊണ്ടാണ് അവർ എന്ത് നീചമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ മടി കാണിക്കാത്തത്. ഇതുകൊണ്ടാണ് അവരുടെ ഉള്ളിലെ തമോ ഗുണത്തിന്റെ പ്രഭാവമാണ് അവരുടെ പ്രവൃത്തികളിലും കാണുക. അതുകൊണ്ടാണ് നമ്മളുടെ ഭക്ഷ്യ കാര്യങ്ങളില്, നമ്മളുടെ ആഹാര കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ആധുനിക സംസ്കാരം ജീവാത്മാക്കൾക്ക് അനുയോജ്യമല്ല. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഭഗവാനെ ഉദ്ബോധിപ്പിക്കുന്നത്. കൃഷ്ണാവബോധത്തിലൂടെ സമൂഹത്തിലുള്ളവരിൽ സത്വഗുണം വർദ്ധിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും എല്ലാത്തിനെയും യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാക്കി സാധിക്കും. തമോ ഗുണത്തിലെ മനുഷ്യർ മൃഗപ്രായരാണ്. മൃഗത്തിന് തുല്യമാണ് തമോ ഗുണികൾ. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായിട്ട്, ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്ന സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ നിർത്തുന്നതിന് ഏവരിലും സത്വഗുണം വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അപ്പം ഇങ്ങനെയുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഒരിക്കലും പിന്നീട് ഈ നീച പ്രവൃത്തികൾ ചെയ്തിട്ട് തങ്ങളുടെ ഇന്ദ്രിയ തൃപ്തി കൈവരിക്കാൻ അവരൊരിക്കലും ശ്രമിക്കില്ല. അപ്പം അവര് സത്വഗുണത്തിൽ വന്നിട്ട് കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവരായിട്ട് മാറും. അവര് സ്ഥിതപ്രജ്ഞരാകും, സ്ഥിരബുദ്ധി ഉദിച്ചവരാകും. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ പുരോഗതി നേടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ കുറച്ചു പേരെങ്കിലും, ഇവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്, സമൂഹത്തിലുള്ള കുറച്ചു പേരെങ്കിലും കൃഷ്ണാവബോധം ഉള്ളവരാണെങ്കിൽ ലോകത്തിലൊട്ടാകെ എല്ലാ സമൂഹങ്ങളിൽപ്പെട്ടത്, എല്ലാ രാഷ്ട്രങ്ങളിലെ സമൂഹങ്ങളിലെ കുറച്ചു പേരെങ്കിലും കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്താകമാനം ഐശ്വര്യവും സമാധാനവും വർദ്ധിച്ചു വരും എന്നാണ് ഇവിടെ പറയുന്നത്. അതേസമയം രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമാണ് ജനങ്ങൾ മുഴുകുന്നതെങ്കിലോ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവില്ല. കാരണം എന്താണ്? രജോ ഗുണികള് ലോഭികളാണ്, അത്യാഗ്രഹികളാണ്. അവരുടെ ആ ഭോഗതൃഷ്ണയ്ക്ക് അതിരില്ല. അതുകൊണ്ട് അവരുടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ എന്തു തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാൻ അവര് തയ്യാറാകുന്നു. അതുപോലെ തമോ ഗുണികളും ഇങ്ങനെയുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തില് അരാജകത്വം വർദ്ധിച്ചു വരുന്നത്. അപ്പൊ ഇന്ന് നമ്മളെ സമൂഹത്തിന് കൃഷ്ണാവബോധം കൊടുക്കേണ്ടത് എത്രമാത്രം ആവശ്യകരമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തമോ ഗുണികളാണെങ്കിൽ അവരെ ഉന്മാദാവസ്ഥയിലാണ്. അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. ഇങ്ങനെയുള്ളവരാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ അവര് അജ്ഞതയിലാണ്. അതുകൊണ്ട് അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്ക് നശിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. ശ്രീല പ്രഭുപാദർ അത് തന്നെയാണ് ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച ആൾക്കാരെയാണ് ശ്രീല പ്രഭുപാദര് സാത്വികതയിലൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം കൃഷ്ണാവബോധം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്കെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും സത്വഗുണ ഈ ത്രിഗുണങ്ങളാൽ മരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ലോകങ്ങളാണ് കിട്ടുക എന്നാണ് അടുത്ത ശ്ലോകങ്ങളില് പറയുന്നത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഘന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. നമ്മള് സാത്വിക സ്വഭാവത്തോടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, നമ്മളത് മുമ്പേ മനസ്സിലാക്കിയെങ്കിലും ഇവിടെ വീണ്ടും പറയുകയാണ്,
ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരാൻ ആ ജീവാത്മാവിന് സാധിക്കുന്നു. രാജസ പ്രകൃതി ഉള്ളവര് ഈ ഭൗതിക ലോകത്തില് ഫലോദിഷ്ട പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ഇടയിൽ ജനിക്കുന്നു. തമോ ഗുണികളാണെങ്കിൽ നരകത്തിൽ പോയി അവരുടെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം വീണ്ടും മൃഗയോനികളിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ത്രിഗുണങ്ങളുടെ ആ ത്രിഗുണ പ്രേരിതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കി എടുക്കാന് സാധിക്കും. അതനുസരിച്ചിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഗുണങ്ങളെ തിരുത്തി നമ്മള് സാത്വിക തലത്തിലേക്ക് ഉയരാനും നമുക്ക് സാധിക്കുമെന്ന് ഈ അധ്യായത്തിൽ കൂടി നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കി എടുക്കാന് സാധിക്കും. സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെട്ട ഒരു ഉപരി വ്യൂഹമുണ്ട്, അതായത് ഉപരി ലോകങ്ങളുണ്ട്. അവിടെ ശ്രേഷ്ഠരായിട്ടുള്ള ജീവാത്മാക്കളാണ് അവിടെ വസിക്കുന്നത്. അപ്പൊ സത്വഗുണത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ചിട്ടാണ് ഉപരി ലോകങ്ങളിൽ നമ്മൾ ചെന്നുപെടുന്നത്. ഇതിൽ ഏറ്റവും ഉയരത്തിലുള്ളത് സത്യലോകം, അതായത് ബ്രഹ്മലോകമാണ്. ബ്രഹ്മലോകത്തിലെ ബ്രഹ്മാവാണ് അവിടുത്തെ പ്രഥമ വ്യക്തി. ആ ബ്രഹ്മലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷെ അവിടെ ചെന്നെത്തണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അത്രമാത്രം സാത്വികത ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമ്മളുടെ ബ്രഹ്മലോകത്തിൽ എത്തുകയുള്ളൂ. അപ്പൊ അത്യുന്നത ജീവിതാവസ്ഥയായ സത്വഗുണത്തിന് മാത്രമേ നമ്മളെ അവിടെ എത്തിക്കാന് സാധിക്കുകയുള്ളൂ. അപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാല് സമ്മിശ്രമാണ്, തമോ ഗുണവും ഉണ്ടായിരിക്കും. അപ്പം അത് സത്വഗുണത്തിനും തമസിനും ഇടയിലാണ് നിൽക്കുന്നത് രജോ ഗുണം. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും ഒരു വിശുദ്ധ വ്യക്തി ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും? തിരിച്ച് ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഒന്നുകിൽ രാജാവായിട്ട് അല്ലെങ്കിൽ രാജതുല്യമായിട്ടുള്ള എല്ലാ സുഖ ഐശ്വര്യങ്ങളും സുഖലോലുപതയോടെ അവർക്ക് ജീവിക്കാന് സാധിക്കും. ചിലപ്പോൾ കാരണം അവരുടെ ഉള്ളിൽ തമോ ഗുണവും ഉണ്ട്, അതുകൊണ്ട് ഒരു പക്ഷെ അവരുടെ പ്രവൃത്തികൾ അതുപോലുള്ളതാണെങ്കിൽ അവര് അധപതിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനുള്ള സാധ്യതയുണ്ട് രജോ ഗുണികൾക്ക്. അപ്പം രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് യന്ത്രം ഉപയോഗിച്ചിട്ട് അവർക്ക് സ്വയം എങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല, ഉപരി ലോകങ്ങളിൽ പോകാന് സാധിക്കില്ല. രാജസ പ്രകൃതി ഉള്ളവർക്ക് അത് തന്നെയുമല്ല അടുത്ത ജന്മം അവര് എങ്ങനെയുള്ളവരാകാം? അത് ഭ്രാന്തന്മാരാകാനും സാധ്യതയുണ്ട്. കാരണം ബുദ്ധിഭ്രമം ചിത്തഭ്രമം ഉള്ളവരാകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് രജോ ഗുണികൾ. അപ്പം ഇനി തമോ ഗുണത്വമാണ് നീചയോനി എന്ന് പറയുന്നത്. തമോ ഗുണികള് നീചയോനിയിലാണ് ജനിക്കുക. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണം വർദ്ധിച്ചു വന്നാൽ ഈ ലോകത്തിന് തന്നെ അത് നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങേയറ്റം ആപത്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അധമമാണ് തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവിവർഗങ്ങളാണ്. അത് പക്ഷികളെ, മൃഗങ്ങളെ, കീടജന്തുക്കളെ, അങ്ങനെ പലതരത്തിലുള്ള യോനികളുണ്ട്. അപ്പൊ തമോ ഗുണം വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ യോനികളിലേക്കാണ് അടുത്ത ജന്മം പോകേണ്ടി വരിക. അപ്പം ഒരിക്കലും നമുക്ക് തിരിച്ചൊരു മനുഷ്യ ജന്മം കിട്ടാന് സാധിക്കില്ല. കോടിക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുക. അപ്പൊ എത്രമാത്രം ശ്രേഷ്ഠമാണ് മനുഷ്യ ജന്മം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അപ്പൊ നമുക്കറിയാം, ഉദാഹരണം പറഞ്ഞാല് നമ്മള് കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള നമ്മളുടെ പെരുമാറ്റവും വന്നതിന് ശേഷമുള്ള നമ്മളുടെ പെരുമാറ്റവും നമുക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കാം, ഇല്ലേ? നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും തന്നെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് അനുഭവപ്പെട്ടത്, ഇല്ല? ഇത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളില് ആ രജോ ഗുണവും തമോ ഗുണവും ഇങ്ങനെ പോയി പോയി നമ്മള് സാത്വിക തലത്തിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ ലക്ഷണമാണ്. ഇതിന് കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് നമ്മള് തമോ ഗുണികളോ രജോ ഗുണികളൊക്കെ ആയിരുന്നിരിക്കാം. നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളില് ധാരാളം കുറവുകള്, ന്യൂനതകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൃഷ്ണാവബോധത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ നമുക്ക് എന്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ? സാത്വിക തലത്തിലേക്ക് ഉയരാന് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ആധ്യാത്മിക ഗുരുവാണ്. നമ്മളുടെ ഉള്ളിലുള്ള ത്രിഗുണങ്ങളെ തിരിച്ചറിയാനും അപ്പൊ രജോ ഗുണവും തമോ ഗുണത്തെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കണമെങ്കിൽ അതിന് നമുക്ക് ആധ്യാത്മിക ഗുരു നമ്മളെ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്തോടെ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള പോരായ്മകളെ മനസ്സിലാക്കി അത് തിരുത്തി നമുക്ക് മുന്നേറാന് സാധിക്കുകയുള്ളൂ. രജസ്തമ സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ അവസരമുണ്ട്. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്.
ഈ അവസരം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് വീണ്ടും അധപതനം തന്നെയാണ് ഉണ്ടാവുക. അപ്പം വീണ്ടും നമ്മൾ അധമയോനികളിൽപ്പെട്ട് നമ്മളുടെ ആയുസ് കഴിച്ചു കൂട്ടുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ, അല്ലാതെ ഒരു പോംവഴിയുമില്ല. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വധിഗച്ഛതി. അപ്പം യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളെ അല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എൻ്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ത്രിഗുണങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാല് നമ്മളുടെ പ്രവൃത്തികളെല്ലാം തന്നെ ത്രിഗുണങ്ങൾക്ക് വിധേയമാണ്. ത്രിഗുണങ്ങളാണ് ഇവിടെ കർത്താവ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇത് മനസ്സിലാക്കുകയും ഭഗവാൻ ത്രിഗുണാതീതനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി ആധ്യാത്മിക തലത്തില് എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്. ത്രിഗുണ പ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം നമ്മൾ പഠിച്ചറിയണം. അതാണ്, ആ യോഗ്യതയുള്ള ആളാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാവരുടെയും ആധ്യാത്മിക ഗുരു, പ്രഥമ ഗുരു. അത് കഴിഞ്ഞാൽ നമ്മളുടെ സ്പിരിച്വൽ മാസ്റ്റർ, നമ്മളുടെ ആധ്യാത്മിക ഗുരുവാണ് അടുത്ത ഗുരു എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു പ്രതിരൂപമാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് അർജുനന് ജ്ഞാനം കൊടുത്ത് അർജുനനെ ഉയർത്തിയെടുത്തത്. അപ്പം കൃഷ്ണാവബോധമുള്ളവരിൽ നിന്ന് നമ്മൾ ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി നമ്മൾ അത് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സാത്വിക തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. ഇല്ലെങ്കിലോ നമ്മളുടെ ജീവിതം വഴിപഴയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഒക്കെ അറിവ് നേടാൻ സാധിക്കും. അതായത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഉയരണം എന്ന്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എങ്ങനെ വന്നുപെട്ടു, ഇതിന്റെ പുറത്തേക്ക് നമ്മൾ എങ്ങനെ കടക്കും, എങ്ങനെ ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എത്തിച്ചേരും, ഇതിനായിട്ട് വ്യഗ്രതയുള്ള താല്പര്യമുള്ള ഒരു ജീവാത്മാവ് ഇതിനായിട്ടുള്ള ഉപായങ്ങളെ കണ്ടെത്തി അതിലൂടെ മുന്നേറാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ വ്യക്തി സ്വയം ചിന്തിക്കും, അങ്ങനെയുള്ള ജീവാത്മാക്കളെ സ്വയം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ത്രിഗുണങ്ങളിൽ പ്രേരിതനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ വന്നത് എന്ന്, എങ്ങനെയാണ് എനിക്ക് ശരീരം സ്വീകരിക്കേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ശരീരം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് ഈ ശരീരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയത്? നമ്മളുടെ പൂർത്തീകരിക്കാതെ പോയ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഭൗതിക പ്രകൃതി നമുക്ക് ഈ ശരീരം നൽകിയത്. നമ്മൾ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി. അപ്പം ഈ ശരീരം അനാവശ്യമാണ്, ഇല്ല, ഇതൊരു ഭാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശരീരം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇതിനപ്പുറം കടക്കാനാണ് പരിശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാക്കള് ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് മുന്നേറാന് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ ബന്ധനത്തിലായത് എന്ന വ്യക്തി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇതിനപ്പുറം കടന്ന് ആധ്യാത്മിക തലത്തിൽ, അതീന്ദ്രിയ തലത്തിൽ എത്തിച്ചേരാൻ ആ ജീവാത്മാവ് പരിശ്രമിക്കും. താൻ എങ്ങനെ ബന്ധനത്തിൽപ്പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടെന്നും മനസ്സിലാക്കാം. ഇവയുടെ നീരാളിപിടുത്തത്തിൽ പെട്ടതുകൊണ്ട് നിസ്സഹായനാണ് അയാൾ. എന്തുകൊണ്ടാണ് നമ്മൾ ജീവാത്മാക്കളെ നിസ്സഹായനായത്? നമ്മള് ശരീരമാണ് എന്നുള്ള ചിന്ത നമ്മളിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നിസ്സഹായരായത്. ആ ബോധം നമുക്ക് വിട്ടിട്ട് നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കിട്ടുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നമ്മളെ ബാധിക്കില്ല. സത്യസ്ഥിതി മനസ്സിലായാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം, ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവ് ജീവസത്തയല്ല, ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ആ ത്രിഗുണങ്ങളിലെ ഏതെങ്കിലും ഒന്നിന് കീഴടങ്ങി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കാൻ ഇടയായത് എന്നുള്ള ബോധ്യം ആ ജീവാത്മാവിന് ഉണ്ടാവും. അങ്ങനെ ആ ജീവാത്മാവ് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആ ജീവാത്മാവ് പരിശ്രമിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? നമ്മളുടെ സ്വരൂപ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാന്റെ ദാസരാണ്. ഇത് തിരിച്ചറിഞ്ഞ ഒരു ജീവാത്മാവ് ഒരിക്കലും ഇവിടെ പെട്ടുകിടക്കാൻ ആഗ്രഹിക്കില്ല. ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്തോടെ
ഈ ഭൗതിക ലോകത്തിനപ്പുറം കടക്കാനാണ് ജീവാത്മാവ് ആഗ്രഹിക്കുക. അങ്ങനെ വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കാനും കഴിയൂ. കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അധീനനല്ല. ഭഗവാനെ സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ശ്ലോകം ദൈവീഹി ആഷ ഗുണമയി മമ മായ ദുരത്യേയ മാമേവമേ പ്രപദ്യന്റെ മായാമേതം തരന്തിരെ. ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ ഭഗവാനിൽ സ്വയം സമർപ്പിതരായി കഴിഞ്ഞാല് മായ ഒരിക്കലും നമ്മളെ ആക്രമിക്കില്ല എന്ന്, പിന്നീട് നമ്മളെ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമുക്ക് കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭക്തി സേവനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളില് വിരക്തി കൈവരികയാണ് ചെയ്യുന്നത്. എല്ലാത്തിനോടുള്ള ആഗ്രഹങ്ങൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തിനപ്പുറം കടക്കാൻ, ആധ്യാത്മികതയിൽ പുരോഗതി പ്രാപിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാല് ത്രിഗുണങ്ങള് നമ്മളിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്യുന്നത്. ഗുണാനേതാൻ അതീത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. അപ്പം നമ്മളെ ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കാന് ശരീരസ്ഥനായ ഒരു ജീവാത്മാവ് പരിശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ഇവയിൽ നിന്ന് പുറത്തു കടക്കാന് നമുക്ക് സാധിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആധ്യാത്മിക ജ്ഞാനം നേടണം. ആധ്യാത്മിക ജ്ഞാനം നേടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ത്രിഗുണങ്ങളെ തിരിച്ചറിയാനും അതിനെ അതിക്രമിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അതീന്ദ്രിയ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ ബ്രഹ്മപദത്തിൽ എത്തിച്ചേരും. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. 18-ാം അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകം. അതായത് നമ്മള് ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മള് ആധ്യാത്മിക തലത്തിൽ, അതീന്ദ്രിയ തലത്തിൽ നമുക്ക് സ്ഥിതി ചെയ്യാൻ നമുക്ക് സാധിക്കും. ആത്മീയ തലത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരെ സമഭാവനയോടെ നോക്കിക്കാണാന് നമുക്ക് സാധിക്കും. നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളെയൊക്കെ അതിക്രമിച്ച് മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കും. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച്, നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ദുഃഖിക്കില്ല. അങ്ങനെ ഒരു ചിന്തയെ നമ്മളുടെ ഉള്ളില് ഉണ്ടാവില്ല. അപ്പം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആധ്യാത്മിക ആനന്ദം അനുഭവിക്കാന് നമുക്ക് സാധിക്കുന്നു. അപ്പൊ കാരണം എന്താണ്? ഈ ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞാല് ആ പരംവ്യോമത്തിലേക്ക്, ആധ്യാത്മിക ലോകത്തിലേക്കാണ് ജീവാത്മാവ് പോവുക. അപ്പോൾ ആ ആനന്ദം ഇവിടെ വെച്ചിട്ട് അനുഭവിക്കാന് നമുക്ക് സാധിക്കുന്നു. അപ്പൊ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കുന്ന ഭക്തിയുത സേവനം ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആത്മാക്കള്, ഈ ബ്രഹ്മഭൂത തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാക്കള് മുക്താത്മാക്കളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പച്ചത്തേങ്ങ. പച്ചത്തേങ്ങ എന്ന് പറയുമ്പോൾ പച്ച നിറമുള്ള തേങ്ങയല്ല, പച്ച തേങ്ങ നോക്കിയാൽ അത് എങ്ങനെയാണ് കാണപ്പെടുക? ആ പച്ചത്തേങ്ങ പൊതിമടലും ചിരട്ടയും അതിൻ്റെ ഉള്ളിലെ ആ നാളികേരം, പിന്നെ നാളികേരത്തിന്റെ വെള്ളം, ഇതെല്ലാം കൂടി ഒന്നു ചേർന്നാ കാണപ്പെടുക, ഇല്ലേ? ഇപ്പൊ നമ്മൾ ജീവാത്മാക്കളുടെ അവസ്ഥ അതാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളാൽ ബന്ധിതരായിട്ട് പച്ച തേങ്ങ പോലെയാണ് നമ്മൾ ജീവിതം നയിക്കുന്നത്. എല്ലാത്തിനോടും ഒട്ടി 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 ഒട്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒട്ടല് വിടണം. ഒട്ടല് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ആവണം, കൊപ്ര പോലെ ആവണം. കൊപ്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണുക? കൊപ്ര ആ നാളികേരം വിട്ടിട്ടാണ് ഉള്ളിൽ ആ ചിരട്ടയിൽ നിന്ന് പരിപൂർണമായിട്ടും വേർപെട്ടിട്ടാണ് കൊപ്ര കാണപ്പെടുക, ഇല്ലേ? അതുപോലെ ആവണം നമ്മൾ. അതുപോലെ ചുക്കിച്ചൊളിഞ്ഞതെന്നല്ല അർത്ഥം. നമ്മൾ അതുപോലെ ഭൗതികതയിൽ നിന്ന് വേർപെട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ അനാസക്തരാവണം ഭൗതികതയിൽ. അപ്പൊ അതിനാണ് കൊപ്ര ഉദാഹരണം ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ആ തലത്തിൽ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാന് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ഭൗതികമായിട്ട് പരിപൂർണമായിട്ട് നമ്മളുടെ വിരക്തി കൈവരിക്കണം. ഒട്ടല്, അറ്റാച്ച്മെന്റ് ഇല്ലാതാകണം. അതിനായിട്ടാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ശുദ്ധ സത്വത്തിലേക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും.
അപ്പൊ ഇത്രയും കേട്ടു. അർജുനൻ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അർജുനൻ എന്താണ് ഇനി ചോദിക്കുന്നത്? കൈർലിംഗൈ സ്ത്രീൻ ഗുണാൻ ഏതാനതീതോ ഭവതി പ്രഭോ കിമാചാര്യ കഥം ചൈതാം സ്ത്രീൻ ഗുണാനതി വർത്തതേ. അതായത് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച, അതായത് ത്രിഗുണങ്ങൾക്കപ്പുറം കടന്ന ആത്മാക്കളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കും ആ ജീവാത്മാവ് പെരുമാറുക? എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ അതിക്രമിക്കാൻ ആ ജീവാത്മാവിന് സാധിക്കുന്നത്? അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ 13-ാം അധ്യായത്തിലെ 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. 12-ാം അധ്യായത്തിലെ ഭഗവാന് ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയുള്ള ഭക്തനെയാണ് ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. 12 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ അല്ലെ? ആ ശ്ലോകങ്ങളുടെ അതേ പതിപ്പാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഭഗവാന് ത്രിഗുണങ്ങളെ വെച്ചിട്ടാണ് ഇതിന് മറുപടി പറയുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രം. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുവോ അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. പക്ഷെ അത് ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളോട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന് ഭഗവാൻ മറുപടി പറയുന്നതാണ് 22, 23, 24, 25 ശ്ലോകങ്ങൾ. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നേംഗതേ സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീര തുല്യ നിന്ദാത്മസംസ്തുതി മാനാപമാനയോർത്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സൗച്യതേ. സെയിം ശ്ലോകം 12-ാം അധ്യായത്തിലെ അദ്വേഷ്ട സർവഭൂതാനം തുടങ്ങിയ 8 ശ്ലോകങ്ങള് ഇതേ ആശയങ്ങൾ തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്കതീതനുമായിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് അതീന്ദ്രിയ തലത്തിലെത്തിയ ഒരാൾക്ക് മറ്റാരോടും ഈർഷ്യയോ വിദ്വേഷമോ അസൂയയോ യാതൊന്നും ഉണ്ടാവില്ല. തനിക്ക് ചുറ്റുമുള്ളവരെ സമഭാവനയോടെ നോക്കിക്കാണാന് ആ വ്യക്തിക്ക്, ആ ജീവാത്മാവിന് സാധിക്കുന്നു. അതായത് ആ വ്യക്തി എങ്ങനെയായിരിക്കും? സ്ഥിതപ്രജ്ഞനായിരിക്കും. സ്ഥിതപ്രജ്ഞനെ കുറിച്ച് നമ്മൾ 2-ാം അധ്യായത്തിലെ 55 മുതലുള്ള ശ്ലോകങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെയും പല അധ്യായങ്ങളിലും സ്ഥിതപ്രജ്ഞനെ കുറിച്ച് നമ്മൾ കണ്ടു. പല ശ്ലോകങ്ങളിലും നമ്മൾ കണ്ടു എങ്ങനെയായിരിക്കും സ്ഥിതപ്രജ്ഞൻ. അർജുനൻ ഭഗവാനോട് ഇതേമാതിരി ചോദിക്കുന്നുണ്ട്, സ്ഥിതപ്രജ്ഞനെ എങ്ങനെ തിരിച്ചറിയാം, ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അർജുനൻ സെയിം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥിതപ്രജ്ഞന്റെ തലത്തില് എത്തിച്ചേരും എപ്പോൾ? ത്രിഗുണങ്ങളെ അതിക്രമിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാക്കളുടെ ലക്ഷണങ്ങളാണ് ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാക്കളെ ഭക്തിമാർഗത്തിൽ, ആധ്യാത്മിക പാതയിൽ ഏതെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങൾ വന്നാലും അതിനെയൊന്നും വകവെക്കില്ല. ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെട്ടാലും അതിലൊന്നും വീണു പോകാതെ അതിൽ അതിക്രമിച്ച് മുന്നേറാനാണ് ആ ജീവാത്മാവ് പരിശ്രമിക്കുക. എപ്പോഴും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും ദൃഢനിശ്ചയത്തോടെ ഭഗവത് സേവനത്തിലെ മുഴുവന് ആ ജീവാത്മാവ് ഇഷ്ടപ്പെടുന്നു. ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഒരു വ്യക്തി, അതായത് ഗുണാതീതന്റെ ലക്ഷണം. ത്രിഗുണങ്ങളെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാല് സ്ഥിതപ്രജ്ഞന്റെ തലത്തിലെത്തുക, അതായത് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുടെ സേവനത്തിൽ മുന്നേറുക. അങ്ങനെയുള്ളവരെ ഗുണാതീതരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ ഗുണാതീതന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അവർക്ക് യാതൊന്നിനോടും തൃഷ്ണ ഉണ്ടാവില്ല, ഈർഷ്യ ഉണ്ടാവില്ല. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കുമെങ്കിൽ അവരെ മുക്താത്മാക്കളാണ്, ജീവൻ മുക്ത ആത്മാക്കളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശരീരം കൊണ്ട്, ശരീരത്തോടെ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗുണത്തിന് നമ്മൾ അടിമപ്പെടും, ഇല്ലേ?
ശരീരം ധരിച്ചാലോ നമ്മൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാന് സാധിക്കും. അപ്പം തനിക്ക് ഭൗതിക ശരീരവുമായിട്ടുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ മുഴുകണം. അതുകൊണ്ടാണ് പറയുന്നത് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. അതായത് എപ്പോഴും നമ്മൾ ഭഗവത് സ്മരണം, നമ്മളുടെ അവബോധത്തില് ഭഗവാനെ ഉൾക്കൊള്ളിക്കണം. സ്മർത്തവ്യം സതതം വിഷ്ണു, വിസ്മർത്തവ്യം ന ജാതജിത്. എപ്പോഴും നമ്മളുടെ അവബോധത്തിൽ ഭഗവാനെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഭൗതികതയുമായിട്ട് വേർപെടുത്താൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. അങ്ങനെ ജീവൻ മുക്തനാവാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളിപ്പോൾ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം തന്നെ. അപ്പൊ ആ അവബോധത്തെ നമ്മൾ എന്തിലേക്ക് ആക്കണം? ഭഗവാനിലേക്ക് ആക്കണം. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള വിഷയാസക്തികള്, ഭൗതിക വിഷയങ്ങളോടുള്ള വാഞ്ച, ആ താല്പര്യം നമുക്ക് കുറയ്ക്കാന് സാധിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വിഷയാസക്തി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ത്രിഗുണങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ഞാൻ മുൻപേ എന്നാണ് ഓരോ ഗുണങ്ങളും നമ്മളുടെ ഉള്ളിൽ കിടന്ന് മത്സരിക്കുന്നത്, മുന്നേറാനാണ്. അപ്പൊ ത്രിഗുണങ്ങൾ എന്താ ചെയ്യുന്നത്? ത്രിഗുണങ്ങളുടെ പ്രഭാവം പ്രകടമാക്കാനാണ് ത്രിഗുണങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ വകവെക്കാതെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ ഭക്തിയുടെ സേവനത്തില് മുന്നോട്ട് പോകണം. അപ്പൊ ഈ ത്രിഗുണങ്ങള് പരാജയപ്പെടും, നമ്മള് ജീവാത്മാവ് വിജയിക്കും. അപ്പം നമുക്ക് ആ പരിപൂർണതയിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അതിനായിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ, ത്രിഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. നമ്മൾ ആത്മാവെന്ന നിലയിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് അത് മാത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ത്രിഗുണങ്ങളെ പരാജയപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് ശരീരം വിട്ടു നിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ആകണം. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു, കാറിൽ നിന്നിറങ്ങി നമ്മൾ വീട്ടിലേക്ക് എങ്ങനെ കയറുക? അതേപോലെ നമ്മൾ ശരീരത്തിൽ നിന്ന് ആ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന മാതിരി നമുക്ക് ശരീരം തുറന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും നമ്മളുടെ അവബോധത്തെ ഭഗവാനിലേക്ക് ആക്കി കഴിഞ്ഞാല് നമുക്ക് ശരീരത്തിൽ നിന്ന്, ശാരീരിക ബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാന് സാധിക്കും. അങ്ങനെ നമുക്ക് ത്രിഗുണങ്ങളെ അതിക്രമിക്കാന് നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പ്രഭുപാദര് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്ക് ശരീരം വിട്ടു നിൽക്കാനും നമുക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള അതീന്ദ്രിയ അവസ്ഥയിൽ ഭക്തന് പരിപൂർണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലെ ത്രിഗുണങ്ങള് ഒന്നൊന്നായിട്ട് ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ചോദ്യം എന്താണ്? അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ, അതായത് ത്രിഗുണങ്ങളെ അതിക്രമിച്ച് അതീന്ദ്രിയ തലത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഭൗതികതയോട് നമ്മൾ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കളിയാക്കുകയും അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്, നമുക്ക് ദുഃഖം അനുഭവപ്പെടും. ദുഃഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഈർഷ്യ, ഇല്ല, ഈർഷ്യ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അവരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ വരും, ഇല്ലേ? അപ്പൊ നമ്മളിലെ ത്രിഗുണം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് മഹാപ്രഭു പറയുന്ന പോലെ ത്രിനാന്തപി സുനീചേന തരോരപി സഹിഷ്ണുവിന അമാന്യന മാനദേന കീർത്തനീയ സദാഹരി. എപ്പോഴും നമ്മളെ ആര് സ്തുതിച്ചാലും വേണ്ടില്ല, അപമാനിച്ചാലും വേണ്ടില്ല, ബഹുമാനിച്ചാലും നിന്ദിച്ചാലും ഒക്കെ ഒരേപോലെ കണക്കിലെടുത്ത് എപ്പോഴും ഹരി 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 എന്ന് നമ്മൾ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കാന് നമുക്ക് സാധിക്കും. ഇത് ബാക്കി അടുത്ത ക്ലാസ്സിൽ, ഇപ്പോൾ സമയം ഇരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മദാരി. ഹരേ കൃഷ്ണ മദാരി, നമ്മള് ഈ പ്രസാദം ഭഗവാന് നേദിക്കുമ്പം നമ്മൾ ഈ നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണ ഹിതായ അത് ചെല്ലാറുണ്ട്, നമ്മൾ ആ മന്ത്രം ചെല്ലാറുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ നമോ മഹാവതന്യായ, അത് മഹാപ്രഭുവിനെ സ്തുതിക്കുന്നതാണ് നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമ. ഇത്